നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുകവലിക്കുന്നവർ ജാഗ്രത. മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് UAE അധികൃതർ. പുകവലിക്കുന്നവർ എത്രയും വേഗം തന്നെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. പുകവലിക്കുന്നവരിൽ കോവിഡ് രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് വാക്സിൻ വേഗത്തിൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതെന്നും ആരോഗ്യ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ദുബായ് ഹെൽത്ത് അതോറിറ്റി ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പുകവലിക്കാർക്ക് ഇപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഭാവിയിൽ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാമെന്ന് വീഡിയോയിൽ റാഷിദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റും മെഡിസിൻ യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ബസ്ലാം മഹബൂബ് പറയുകയുണ്ടായി. ഇവർക്ക് കോവിഡ് ബാധിച്ചാൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണെന്നും അതുകൊണ്ട് വാക്സിൻ സ്വീകരിക്കണമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുകയുണ്ടായി. ആരോഗ്യ സേവന കേന്ദ്രമായ സേഹയുടെ പ്രത്യേക പദ്ധതിയിലൂടെ 2 വർഷത്തിനിടെ 4300 പേർ പുകവലി ഉപേക്ഷിച്ചതായാണ് വിവരം. 5 കേന്ദ്രങ്ങളിലൂടെ 2019 മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ശ്രദ്ധിക്കുക, പുകവലിക്കുന്നവരിൽ ശ്വാസകോശാർബുദ സാധ്യത 22 ഇരട്ടിയാണെന്ന് മുസഫ LLH ആശുപത്രി പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സജീവ് എസ് നായർ വ്യക്തമാക്കി. ന്യൂമോണിയ, COPD, ആസ്മ, ശ്വാസകോശാണുബാധ തുടങ്ങിയവ കൂടുതലായി കാണപ്പെടുന്നു. ന്യൂമോണിയ ബാധിതരിൽ ഏറെയും പുകവലിക്കാരാണെന്നും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. യൂറിനറി ബ്ലാഡർ, തൊണ്ട, വായ, അന്നനാളം, കുടലുകൾ, ആമാശയം, പാൻക്രിയാസ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസർ, രക്തക്കുഴലുകൾ ചുരുങ്ങുക, സ്ട്രോക്ക് തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട്. ശ്വാസകോശത്തിൽ അണുബാധയ്ക്കെതിരെ പ്രതിരോധം തീർക്കുന്ന നാരുകൾ പോലെ കാണുന്ന സീലിയകളുടെ നാശത്തിനും പുകവലി കാരണമാകുന്നതായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു സംരക്ഷണ പാളിയാണ്. ശ്വസന പ്രക്രിയയിലൂടെ ഉള്ളിലെത്തുന്ന വായുവിലെ പൊടിപടലങ്ങളെ അടക്കം തടയുന്നു. സീലിയകളുടെ നാശം കോവിഡ് സങ്കീർണമാക്കുന്നുണ്ട്. കൂടാതെ പുകവലിക്കുന്നവർക്കും ഇവരുമായി അടുത്തിടപഴകുന്നവർക്കും ബ്രോങ്കൈറ്റിസ് വരാം. ശ്വാസകോശത്തിന്റെ നാശത്തിന് കാരണമാകുന്ന ഗുരുതര രോഗമാണിത്. എന്നാൽ മനസ്സ് വച്ചാൽ പുകവലി മാറ്റുവാൻ സാധിക്കും. ആശുപത്രിയിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവർക്ക് പുറമെ കൗൺസിലിംഗ് വിദഗ്ധരുണ്ട്. കൗൺസിലിംഗ് ആണ് ആദ്യഘട്ടത്തിൽ ഫലപ്രാപ്തിയുള്ളത്. പുകവലിയുടെ ദൂഷ്യവശങ്ങൾ ഉദാഹരണം സഹിതം വിവരിക്കുന്നു. കുടുംബാംഗങ്ങൾക്കും അടുത്തിടപഴകുന്നവർക്കും പുകവലിക്കാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ കൃത്യമായി സന്ദർശനം നടത്തുകയും മരുന്നുകൾ കഴിക്കുകയും വേണം. രക്തം, കരൾ, വൃക്ക, ഹൃദയം, ശ്വാസകോശം എന്നിവ പരിശോധിക്കും. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് അടുത്തത്. പുകവലിക്കണമെന്ന് തോന്നുമ്പോൾ പകരം സംവിധാനം ഒരുക്കുന്നു. നിക്കോട്ടിൻ അടങ്ങിയ ചൂയിങ് ഗം ഉൾപ്പെടെ പരീക്ഷിക്കുന്നു. തുടർന്നും മാറ്റമില്ലെങ്കിൽ ആസക്തി കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകും. 8 ആഴ്ച വരെ നീളുന്ന ചികിത്സയാണിത്. നിങ്ങൾ ഓരോരുത്തരും ഇത് ശ്രദ്ധിക്കുക. പുകവലി തടയുവാൻ സാധിക്കും. പ്രത്യേകിച്ച് കൊറോണ വ്യാപനം അതിരൂക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ. മാനസിക സംഘർഷങ്ങളും മറ്റുമുള്ള ദുഃഖങ്ങളുമാണ് നിങ്ങളെ പുകവലിയിലേക്ക് നയിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറുവാൻ ശ്രമിക്കുക. പുകവലി നിർത്തുക എന്നത് മാറ്റത്തിലേക്കുള്ള ഒരു പാത കൂടിയാകട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.